നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ മോൻ കല്യാണം കഴിച്ച ആ പെണ്ണ് ഇവിടെ വന്ന് കയറുമ്പോഴേ കണ്ട് പഠിക്ക എല്ലാവർക്കും ചടങ്ങ് എന്താണെന്നും നാട്ടുനടപ്പ് എന്താണെന്നും ഒക്കെ. ആഹാ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ മക്കളെ. ഒരു പണിയില്ലാതെ വെട്ടി വിഴുങ്ങി തെക്ക് വടക്ക് നടക്കുന്ന ഇവൻ ആര് പെണ്ണു കൊടുക്കാനാ? മോശേ, വെട്ടി വിഴുങ്ങി തെക്കോട് നടക്കുന്നവനോ? ആര്? ഞാനോ? ഈ വീടും ചുറ്റുള്ള പറമ്പും പാടൊക്കെ എന്റെ പേരില. നിങ്ങളുടേതെന്ന് പറയാനേ ഒന്നുമില്ല. അതൊക്കെ കോടതി തീർപ്പ് കൽപ്പിച്ച് നിന്നെ തെരുവിൽ നിർത്തിക്കോളും. തെരുവിൽ നിൽക്കുന്നവനെ പെണ്ണ് കെട്ടി കാണിക്ക്, അപ്പൊ ഞാൻ വിശ്വസിക്കാം. സ്വപ്നങ്ങളൊക്കെ ആർക്കും കാണാം, അത് വായ കൊണ്ട് പറയും ചെയ്യാം. എന്റെ മോൻ എന്താ ഒരു കുറവ്? സ്വത്തും സൗന്ദര്യവും എല്ലാം ഉണ്ട്. നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കാണാൻ ഭംഗിയും ഹൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ പണിയും സ്വത്തും ഇല്ല. ഇവനെ കെട്ടുന്ന പെണ്ണിന്റെ ഗതികേടാ. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ കൂടും കുടുക്കെടുത്ത് അവൾ അവളുടെ വഴിക്ക് പോകും. ഇല്ലെങ്കിൽ ഈ തോട്ടിലൊക്കെ ആയല്ലോ ചാടും. അച്ചുകുട്ടി, അപ്പച്ചിയല്ല അമ്മാവനാ ഫുൾ ചാർജിൽ നിൽക്കുന്നത്. ഇപ്പൊ അമ്മായിയുടെ ബാറ്ററി ലോ ആയി കാണും. അച്ഛാ, അമ്മ എന്തു വേണേലും പറഞ്ഞോട്ടെ. അച്ഛനെ എതിര് പറഞ്ഞ് അമ്മയോട് ഇനി വഴക്കിനൊന്നും പോകണ്ട. വഴക്കൊന്നും അല്ല മോളെ, നിന്റെ അമ്മയും ചേട്ടനെന്ന് പറഞ്ഞു മനസ്സിലാക്കിയതാ. ആഗ്രഹിക്കാം, ആഗ്രഹങ്ങൾ പറയുകയും ചെയ്യാം. പക്ഷെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് പറയാൻ പറ്റുമോ? കഴുത കാമം കരഞ്ഞു തീർക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആയത്. പക്ഷേ എന്നെ അങ്ങ് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് എത്തിക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ മുന്നിൽ കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പേരങ്ങ് മാറ്റും. ആണോ? എന്നാ ഇപ്പൊ തന്നെ ആ പേര് കണ്ടുപിടിച്ചു വെച്ചോ. മാഷേ, നിങ്ങളീ പുച്ഛിച്ചു തള്ളുന്നത് സ്വന്തം മോനെയാ. എന്നാ കേട്ടോ, എന്റെ മോന് വേണ്ടി ജനിച്ച ഒരു പെണ്ണുണ്ട്. അവൾ ഇവനെ തേടി വരും. ആ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കുകയും ചെയ്യും. നാടറിഞ്ഞൊരു കല്യാണം അങ്ങ് നടക്കും. നടത്തും ഞാൻ. നടത്തുകയമേ, നടത്തി കാണിക്കേ. നാടറിഞ്ഞ് കല്യാണം നടത്തി കാണിക്കേ. ഇവനെ കല്യാണം കഴിക്കാൻ മാത്രം ഏത് ഗതികെട്ട പെണ്ണാ വരാന്ന് എനിക്ക് കാണണല്ലോ. അങ്ങനെ കണ്ടെത്തിയ ഞാൻ തന്നെ ഇവന്റെ കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെ ഒരു പെണ്ണ് ഈ ഭൂമിയിലേ ഉണ്ടാവില്ല. കല്യാണം കഴിക്കാൻ നടക്കുന്നു. നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് വന്ന അത് നടത്തുമെന്ന് നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ. നിന്റെ പെണ്ണ് വരും. അത് കണ്ട് മാഷ് നിന്നെപ്പറ്റി പറഞ്ഞതെല്ലാം ഒരു വാക്കുപിഴ മാത്രമാണെന്ന് മനസ്സിലാക്കും.